Hi, plus 1 chemistry, some basic concepts of chemistry. First module in the class ആണ് part 6. Next is percentage composition. എന്താണ് percentage composition? It's the percentage of each element present in 100 gram of sample of substance. ഏതെങ്കിലും ഒരു സാമ്പിൾ ഓഫ് സബ്സ്റ്റൻസ് എടുത്താൽ അതിൻ്റെ 100 ഗ്രാമിൽ ഓരോ എലമെൻറ്റും എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mass of that element in compound divided by molar mass of compound into 100. So we can check purity of given sample of substance by using this percentage composition, and using percentage composition we can calculate empirical and molecular formula of a compound. ഒരു ഗിവൺ സബ്സ്റ്റൻസിൽ എത്ര പെർസെൻറ്റേജ് ആ ഒരു പർട്ടിക്കുലർ എലമെന്റ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര പെർസെൻറ്റേജ് കാർബൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കാർബണിന്റെ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ 100 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര പെർസെൻറ്റേജ് കാർബൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ഈസ് എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ആണ്, വിച്ച് ഗീവ്സ് ഓൺലി റേഷ്യോ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദാറ്റ് കോമ്പൗണ്ട്. But molecular formula is actual formula of compound that gives exact number of different elements present in sample. For example, നമുക്കിപ്പോൾ C6H12O6 ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല ഇതാണ്. അതായത് 6 കാർബണ് 12 ഹൈഡ്രജനും 6 ഓക്സിജനും ആണ് ഗ്ലൂക്കോസ് മോളിക്യൂളിൽ ആക്ച്വലി ഉള്ളത്. ഓക്കെ, പക്ഷേ അതിന്റെ എംപിരിക്കൽ ഫോർമുല പറയുമ്പോൾ നമ്മൾ ഈ ഒരു മുഴുവനും എക്സ്പ്രസ് ചെയ്യില്ല, പകരം ഇതിനെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയിലേക്ക് മാറ്റും. സോ വി ക്യാൻ ഡിവൈഡ് ഓൾ ദീസ് നമ്പേഴ്സ് ബൈ 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C1H2O1 എന്ന് കിട്ടും, അല്ലെങ്കിൽ CH2O എന്ന് കിട്ടും. ദാറ്റ് ഇസ് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോർമുലയാണ്, മോളിക്കുലർ ഫോർമുല എന്നത് ആക്ച്വൽ ഫോർമുല. സോ മോളിക്കുലർ ഫോർമുല എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള ബന്ധം, മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N ആയിരിക്കും. ഇവിടെ N എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആയിരിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു N-നെ എംപിരിക്കൽ ഫോർമുല വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. ഓക്കെ, ഇനി പെർസെൻറ്റേജ് കോമ്പോസിഷൻ അറിയാമെങ്കിൽ നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുല ഓഫ് കോമ്പൗണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഓൺ അനാലിസിസ് ഗേവ് ഫോളോയിങ് കോമ്പോസിഷൻ. കാർബൺ 40% ഉണ്ട്, ഹൈഡ്രജൻ 6.66% ഉണ്ട്, ഓക്സിജൻ 53.34% ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുക. മോളിക്കുലർ മാസ് 90 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുന്നത്? മോളിക്കുലർ ഫോർമുല എംപിരിക്കൽ ഫോർമുലയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പെർസെൻറ്റേജ് കോമ്പോസിഷനും മോളിക്കുലർ മാസും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെർസെൻറ്റേജ് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എടുത്ത് എഴുതുക. കാർബൺ 40%, ഹൈഡ്രജൻ 6.66%, ഓക്സിജൻ 53.34%. ദെൻ അതിന്റെ അറ്റോമിക് മാസ് നമുക്കറിയാം, കാർബൺ 12 ആണ്, ഹൈഡ്രജൻ 1 ആണ്, ഓക്സിജൻ 16 ആണ്. ദെൻ നമ്മൾ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂസ് ആയിരിക്കും. ദെൻ അതിനെ നമ്മൾ സിമ്പിൾ റേഷ്യോയിലേക്ക് മാറ്റുകയാണ്. ഇവിടെ 3.33 എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് 3.33 വെച്ച് ഈ വാല്യൂസിനെ എല്ലാം ഡിവൈഡ് ചെയ്യാം. സോ വി ഗെറ്റ് 1, 2 ആൻഡ് 1. അതൊരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയാണ്. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ നമുക്ക് സിമ്പിൾ റേഷ്യോ എങ്ങനെ കിട്ടിയത്? C1H2O. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് എംപിരിക്കൽ ഫോർമുലയാണ്. ഓക്കെ, എംപിരിക്കൽ ഫോർമുല C1H2O1 അല്ലെങ്കിൽ CH2O കിട്ടി. ഇപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? കിട്ടിയിരിക്കുന്ന എംപിരിക്കൽ ഫോർമുലയിൽ ഓരോന്നിന്റെ അറ്റോമിക് മാസ് ഇൻറ്റു എലമെന്റ്സിന്റെ എണ്ണം. കാർബണിന്റെ 12 ആണ്, ഹൈഡ്രജൻ 1 ആണ്, ഓക്സിജൻ 16 ആണ്. നമുക്കറിയാം ഹൈഡ്രജൻ മാത്രമേ 2 എണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓരോന്ന് വീതമാണ്. സോ 12 + 2 × 1 + 16 നമുക്ക് 30 കിട്ടും. അപ്പോൾ 30 ആണ് ഈ കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുല മാസ്. ഇനി മോളാർ മാസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 90 ആണ്. അങ്ങനെയാണെങ്കിൽ N എന്തായിരിക്കും? N എന്ന് പറയുന്നത് മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, ദാറ്റ് ഇസ് 3. അപ്പോൾ എംപിരിക്കൽ ഫോർമുലയെ ഈ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമ്മുടെ ഒറിജിനൽ മോളിക്കുലർ മാസ് കിട്ടും. അപ്പോൾ CH2O ആണ് നമ്മുടെ എംപിരിക്കൽ ഫോർമുല. ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം പെർസെൻറ്റേജ് എഴുതുക, അതിൻ്റെ അറ്റോമിക് മാസ് എഴുതുക, പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ചെയ്യുക, കിട്ടുന്ന വാല്യൂസിനെ ഏറ്റവും ചെറിയ റേഷ്യോ ആക്കി മാറ്റുക. ദെൻ ഇപ്പം നമുക്ക് കിട്ടുന്ന പോയിന്റ് ഒക്കെ ആണെങ്കിൽ അതിനെ വോൾ നമ്പർ റേഷ്യോ ആക്കി മാറ്റുക. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ വാല്യൂ എഴുതുക. അതായിരിക്കും നമ്മുടെ എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്യുമ്പോൾ നമുക്ക് N-ന്റെ വാല്യൂ കിട്ടും, സ്മോൾ n. ഈ സ്മോൾ n-നെ എംപിരിക്കൽ ഫോർമുല വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും.
സോ ഇങ്ങനെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ അറിയാമെങ്കിൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ്. സ്റ്റോഷിയോമെട്രി എന്ന വേർഡ് ഗ്രീക്ക് വേർഡ് സ്റ്റോഷ്യൻ ആൻഡ് മെട്രോൺ എന്നീ രണ്ട് വേർഡിൽ നിന്നാണ്. സ്റ്റോഷ്യന്റെ മീനിങ് എലമെന്റ്, മെട്രോൺ മെഷർ. ദ സ്റ്റോഷിയോമെട്രി ഡീൽസ് വിത്ത് കാൽക്കുലേഷൻസ് ഇൻവോൾവിംഗ് മാസസ് ഓർ വോളിയംസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും മാസ് അല്ലെങ്കിൽ വോളിയംസ് ഇൻവോൾവ് ചെയ്യുന്ന കാൽക്കുലേഷൻസ് ആണ് ഈ ഒരു സ്റ്റോഷിയോമെട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് കെമിക്കൽ ഇക്വേഷൻ. അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റിയാക്ടന്റ് ആയിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രോഡക്റ്റ് ആയിരിക്കും ഉള്ള. അതുപോലെ തന്നെ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കും അല്ലേ? കാരണം ലെഫ്റ്റിൽ എത്ര റിയാക്ടൻസ് ഉണ്ടോ അത്രയും തന്നെ പ്രോഡക്ട്സിന്റെ എണ്ണവും റൈറ്റ് സൈഡിൽ ഉണ്ടാവണം. ഓക്കെ, ദെൻ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത്? പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്, ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ സോളിഡ് ആണോ, ഇക്കാര്യങ്ങൾ നമ്മുടെ കെമിക്കൽ ഇക്വേഷനിൽ എഴുതും. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? ഒന്ന് റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ്, റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഐഡിയ, നമ്പർ, മോൾസ് ആൻഡ് മോളിക്യൂൾസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്, ദെൻ വോളിയംസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് അറ്റ് STP. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് ലഭിക്കും.